പാട്ടുകുറുമ്പുകളുടെ പ്രിയപ്പെട്ട വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. പാട്ടുകൂട്ടിലേക്ക് കണ്ണൂരിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട ശ്രീലക്ഷ്മി കുട്ടി എത്തുകയാണ്. വെൽക്കം ശ്രീലക്ഷ്മി ഓൺ സ്റ്റേജ്. ഹായ് ശ്രീലക്ഷ്മി. ഹായ്. സുഖമാണോ? സുഖം. സുഖമാണോ? സുഖം അല്ലെന്നാണല്ലോ അറിഞ്ഞത്. കുറച്ച് നമ്മൾ ഏത് പാട്ടാ പാടുന്നേ? അതിരമഴ ചെയ്തു. അടിപൊളി. ബ്യൂട്ടിഫുൾ സെലക്ഷൻ. താങ്ക് യു. സിനിമ, ഉള്ളടക്കം മ്യൂസിക് ഔസേ ബച്ചൻ സാർ. അപ്പൊ എഴുതിയത്, കൈതപ്രം സാർ. പാടിയത് ചിത്രാമയും യേശുദാസേട്ടൻ. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആതിരാമഴയേതോ ഹംസഗീതം പാടി വീണപൂവിതളെങ്ങോ പിന്നിലാവിലലിഞ്ഞു നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി പാതിരാ ഗീതം പാടി. ൂരിരുൾ ചിമിഴിൽ ഞാനും മൗനവും മാത്രം മിന്നിയുലയും വ്യാമോഹ ജ്വാലയാളുകയാ എന്റെ ലോകം നീ മറന്നു. എന്റെ ലോകം നീ മറന്നു. ഓർമ്മ പോലും മാഞ്ഞു പോകുവതെന്തേ? ആതിരാമഴയേതോ ഹംസഗീതം പാടി. ശൂന്യവേദികയിൽ കണ്ടു നിന്നിഴൽ ചന്തം കരിയിലക്കരയായി മാറി സ്നേഹ സാമ്രാജ്യം. ഏകനായി നീ പോയതെവിടെ? ഏകനായി നീ പോയതെവിടെ? ഓർമ്മ
ശ്രീലക്ഷ്മി നല്ല സെലക്ഷൻ കേട്ടോ. താങ്ക് യു സാർ. കാരണം ഔസേപ്പച്ചൻ കൈതപ്പുറം ആ ടീമിൽ ദാസേട്ടൻ പാടിയൊരു ചിത്രം പാടിയിട്ടുണ്ട്. നല്ലൊരു മനോഹരമായിട്ടുള്ള സോങ്, ഓർക്കസ്ട്രേഷൻ സൂപ്പർ. അതുപോലെ നിങ്ങൾ അസാധ്യമായിട്ട് വായിച്ചു കേട്ടോ. ആ സോളോ ഫ്രാൻസിസും സംഘം അതുപോലെ തന്നെ ഓർക്കസ്ട്ര അസാധ്യമായിട്ട് സപ്പോർട്ട് ചെയ്തു. വളരെ നന്നായിരുന്നു. മോള് പാടിയിട്ടുണ്ട്, പക്ഷെ പഠിച്ചത് കുറച്ച് മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് മാറ്റമുണ്ട്. ഇന്ന് മോക്ക് വയ്യെന്നും തോന്നുന്നല്ലേ? ആദ്യം വന്ന ഉടനെ വയറിനെടുത്ത് വൊമിറ്റ് ചെയ്തു. അയ്യോടാ. വോയിസ് നല്ല വോയിസ് ആണ് കേട്ടോ. നല്ല ശബ്ദമാണ്, നല്ല Thank you, പവർഫുൾ വോയിസ് ആണ്. എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടുന്ന വോയിസ് ആണ്. ഏത് റേഞ്ചിലും പാടാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ശബ്ദമുണ്ട്. പിന്നെ മോള് പാടിയ കുറേ ഭാഗങ്ങളൊക്കെ നല്ലതുമാണ്. പിന്നെ ഈ സംഗതികളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ശരീരം അല്ലെങ്കിൽ ശരീരം രണ്ടിലേതെങ്കിലും ഒന്ന് പിടിവിട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് വരത്തില്ല. ആ ഹംസഗീതം പാടി എന്നുള്ളതിൻ്റെ അതിൻ്റെ സംഗതിയൊക്കെ ഉണ്ടല്ലോ. ഏതോ ഒരു അക്ഷരം ഒരു ഒകാരം വരുന്നുണ്ട്, ഓ ഇങ്ങനൊരു ടോൺ വരുന്നുണ്ട്. അതും കൂടെ മാറ്റിയാൽ മതി കേട്ടോ. തുടക്കം ആയതുകൊണ്ട് ഒന്നും പറയാനില്ല. ഇതിൽ കൂടുതൽ മനോഹരമായിട്ട് പാടാൻ പറ്റത്തില്ല. ഫസ്റ്റ് സ്റ്റേജ് അല്ലേ, ഒരു ആദ്യത്തെ പാട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അത് ശ്രുതി മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ മൈക്ക് ഇത്തിരി ഒന്ന് അകത്തി വയ്ക്കുക. കുറച്ചൊന്ന് വിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ടിങ്ങും ഒന്നുകൂടെ നന്നായിരിക്കും. കാരണം മോക്ക് നല്ലൊരു ശബ്ദം ഉള്ളതുകൊണ്ട് ഇത്തരത്തോളം അടുപ്പിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അത് ചിലപ്പം ചില സ്ഥലത്ത് ഗാനമേളയ്ക്ക് പോകുമ്പോഴത്തേക്ക് ചിലർ പറയും ക്ലോസ് ആയിട്ട് വെച്ച് പാടിക്കൊണ്ടേ എന്ന് പറയും ചില എൻജിനീയേഴ്സ്. അപ്പം അവർക്ക് അതാണ് അവർക്കിഷ്ടം. അവർക്ക് കുറച്ച് അകറ്റി കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം കുറച്ച് ഫീബിളായിട്ട് ഫീൽ ചെയ്യും. സോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മക്കളെ ശ്രീലക്ഷ്മി, ഓ ഇപ്പൊ എന്നോട് ചോദിച്ചാ ഈ ഇന്ത്യയിൽ ഒരു ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 10 പാട്ട് ഏതാന്ന് വെച്ചാൽ അതിലൊരു പാട്ട് ഈ പാട്ടായിരിക്കും. കാരണം അതിന്റെ ഓർക്കസ്ട്രേഷൻ എപ്പോ ആര് കേട്ടാലും എനിക്കറിയില്ല, വയറ് കീറി വലിക്കുന്ന പോലെ ഒരു വേദന ആയിരിക്കാം. നമ്മുടെയൊക്കെ കീറി മുറിക്കുന്ന ഒരു സംഭവമല്ലോ, എസ്പെഷ്യലി ഇത് ടാ 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 ടാ. ആ സംഭവം, ആ ഒരു ഇത് ഭയങ്കര ഓർക്കസ്ട്രേഷനാണ്. ഔസേപ്പച്ചൻ സാറേ 1000 നമസ്കാരം. അപ്പോൾ മോളെ അതുകൊണ്ട് തന്നെ കുറച്ച് ഈ പാട്ടിൻ്റെ ഓരോ മുறை നമ്മൾക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ കൂടുതലായിരിക്കും. അതിൻ്റെ ഒരു ഭാവം എം ജി ചേട്ടൻ പറഞ്ഞ തന്നെ ഒരു ഉകാരം വരുന്നുണ്ട് മോൾക്ക്. ഈ പ്രത്യേകിച്ച് ഈ മാഞ്ഞ് മാഞ്ഞു പോകുവതെന്തേ, അത് മോള് മാഞ്ഞു പോ, അങ്ങനെ ഒരു സംഭവം വരുന്നു അതില്. മാഞ്ഞു പോ, അത്രയും പോരെ? അങ്ങനെ ഒരു ആകാരം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എല്ലാം ശൂന്യവേദികയിൽ അല്ല നിന്നിഴൽ ചെന്നും, ആ ഒരു സംഭവം അതല്ല, അതൊക്കെ ഭയങ്കര കുത്തുന്ന സംഗതികളാണ്. നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞ സംഗതികളാ അതല്ല. അപ്പൊ ആ ഒകാരം മാറ്റിയിട്ട് മോളൊന്ന് അകാരത്തിലേക്ക് മാഞ്ഞു, അത്രേ ഉള്ളൂ. മാഞ്ഞു എന്താണ്? ഫീല് കൊടുക്കാൻ നോക്കിയതാണോ അത്? ആ മാഞ്ഞു മാത്രം ഒന്ന് ഇവിടെ പാടാവോ? മാഞ്ഞു ഒന്നുകൂടെ വെറുതെ പാടിക്കേ. മാഞ്ഞു പോകുവ അതിന്റെ ഇതിന്റെ ഇടയ്ക്കൊന്ന് പാടിക്കേ. മാഞ്ഞു പോകുവതിന്റെ മോളെ ഫീൽ എന്ന് പറയുമ്പോ അങ്ങനല്ല, മാഞ്ഞു മാഞ്ഞു, അമ്മ അതാണ് വെറുതെ ഫീൽ. പറഞ്ഞാ മതി കേട്ടോ, മാഞ്ഞു. അത്രയും മതി. അത് മോൾക്ക് ബാക്കിയെല്ലാം മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഈ പാട്ടിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ആ ഒരു ഫീലിങ്സ് ആണ് കേട്ടോ മോളെ. ബാക്കി മോള് നല്ല പാട്ടുകാരി. അതാ മോളുടെ ആ വയ്യായ്മ ഞങ്ങള് സത്കണ്ഠം ഞങ്ങൾ മനസ്സിലാക്കി, ഞങ്ങൾ ഉത്കണ്ഠമായിട്ട് ഞങ്ങളത് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ചകരെ, സത്കണ്ഠം മനസ്സിലാക്കി ഉത്കണ്ഠരായി ഞങ്ങൾ ഗദ്ഖണ്ഡരായി പോയി. ഇനി എന്ത് കണ്ഠരായി ഞങ്ങൾ മാറും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. ഔസേപ്പച്ചൻ സാർ ഒരു വയലിനിസ്റ്റും കൂടി ആയതുകൊണ്ടാന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ഈ വയലിൻ പോർഷൻസ് നമ്മൾ എന്നും എക്കാലം ഓർമ്മിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ബീജി ആക്കി മാറ്റും അദ്ദേഹം. ഈ പാട്ടിലും നമ്മൾ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ വരുന്ന സെക്കൻഡ് ബീജി ഒക്കെ ഉണ്ടല്ലോ, ഏതായിരുന്നു ഫ്രണ്ട്സ് ആയിട്ട് അത് നിങ്ങളാ വായിച്ചോ? ആ സ്ഥലം വരുമ്പോഴത്തേക്കും ഓഡിയൻസ് മൊത്തം അതങ്ങ് ഏറ്റു വായിക്കും. അയ്യോ ലാ, അയ്യോ ലാ,
അയ്യോ, ദേ, ചേട്ടാ, എനിക്കില്ലേ അയ്യോ എനിക്ക് ആ പോഷൻ വരുമ്പോണ്ടല്ലോ മെഴുക് പോലിരിക്കുന്ന അവിടെ കുളിര് ദേ പൊങ്ങി വരുന്നത് ഞാൻ എന്ത് പറയാം. ചേട്ടാ കൊറേ കുനുകുന പൊങ്ങി വന്നില്ലേ? പാട്ടും ഈ പോഷൻ ഈ വയലിന്റെ ഈ പോഷൻ കൂടെ കേട്ടിട്ടുണ്ടല്ലോ വല്ല വിങ്ങിപ്പൊട്ടി വല്ല സങ്കടം വല്ല ഉള്ള സമയത്ത് ഇതെങ്ങാനും കേട്ടാ വല്ല അറ്റാക്ക് ഉള്ള മനുഷ്യന് എപ്പോ തീർന്നെന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള പാട്ടുകളൊന്നും കേൾക്കാതിരിക്കുക, സത്യം. പക്ഷെ ഈ കുഞ്ഞു പിള്ളേരിൽ നിന്ന് വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് ഞാൻ ശ്രദ്ധിച്ചത്. ഈ എത്ര വലിയ വലിയ ഭാവിയിലെ എനിക്ക് തോന്നുന്ന പ്ലേ ബാക്ക് സിംഗേഴ്സിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത്ഭുതം തോന്നുന്നു. ഓരോ സീസണിലും ഇങ്ങനെ ഇത്ര ഗംഭീരമായിട്ടുള്ള പിള്ളേർ തേടി പിടിച്ച് ഈ സീസൺ നമ്മുടെ പരിപാടി തന്നെ വരുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. എല്ലാവരും വലിയ വലിയ പാട്ടുകാരാവട്ടെ. അതൊക്കെ ഇങ്ങനെ കണ്ട് 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 ഞാനൊരു അമ്മൂമ്മയായി മാറട്ടെ. അമ്മൂമ്മയല്ല, അങ്ങനെ ഈ നിത്യസുന്ദരി, യൗവന സുന്ദരി. യൗവന സുന്ദരി സ്വീകരിക്കുകീ പവിഴമല്ലിക പൂവുകൾ. ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസിരുന്നവളാണു ഞാൻ. പ്രേമ തപസിരുന്നവളാണു നീ. അങ്ങനെയൊക്കെ ഇരിക്കണമെന്നുണ്ട്. പക്ഷെ എല്ലാരും വയസ്സായി ഒരു നാൾ പോകും. പക്ഷെ അങ്ങനെയൊന്നും പറയല്ലേ. എന്തോ കുഴപ്പമുണ്ട്. വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് കാണാം പാല വഴി പോകുമ്പോഴത്തേക്ക് മുറുക്കാനൊക്കെ മുറുക്കി. ഇല്ല ഇപ്പൊ എറണാകുളത്തൊക്കെ തന്നെ ഉണ്ട് കുറെ വർഷമായിട്ട്. പാലായിലൊന്നും ആരും ഇല്ല. അപ്പൊ മോളെ, സോ വി ആർ ഗിവിംഗ് യു 93 out of 100. ഓക്കെ, ആദ്യൊരൗസെപ്പ് പൂക്കുറ്റി. Now all the best. Tata. വടകരയിൽ നിന്നും എത്തിയ നമ്മുടെ അബുദാബിക്കാരി എത്താണ് ശിവാനി കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം ശിവാനി ഓൺ സ്റ്റേജ്. അടിപൊളി ഡ്രസ്. അതെ അതെ. ഹായ് റിമി ചേച്ചി. റിമി ചേച്ചിക്ക് മാത്രമുള്ള അയ്യോ ഞങ്ങൾക്കില്ലേ? എല്ലാം ആദ്യമായിട്ടേ കാണുന്നതുകൊണ്ട് അതുകൊണ്ട് സ്നേഹം കൂടി. പിന്നെ എന്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ ഈശ്വരൻ, എന്താണ് മോനെ? പിന്നെ എനിക്ക് ഒരു പൂച്ചയുണ്ടോ? ഒരു പൂച്ച ഇഷ്ടം പോലെ പൂച്ചയുണ്ട്. മെയിൻ പൂച്ച ഗോവിന്ദൻ. ആ പൂച്ച പാട്ട് പാടോ? പാട്ടല്ല, ഞാനിങ്ങനെ പാടി കൊടുക്കുന്ന അനുസരിച്ച് രാഗവേദാന്ന് കണ്ടുപിടിക്കും. അല്ലല്ല, അത് അതിന്റെ കൂടെ ഒച്ചെടുക്കുമ്പോ സാന്നാണ്, മ്യാവ്. അപ്പൊ പാന്നാണ്, മ്യാവ് ദാന്ന് പാടിയ മ്യാവ്, അങ്ങനെ കാണിക്കും. തള്ള 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 തള്ളി തന്നാസ് വണ്ടി തള്ള 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 തള്ളി തല്ലിപ്പൊള്ളി വണ്ടി. പൂച്ചേ സ്വരസ്ഥാനത്ത് പിടിക്കുന്നു. അത് ഭയങ്കര വൈറലാ. 5 മില്യൺ 6 മില്യൺ വ്യൂസ് ഉണ്ടത്. അത് മാത്രല്ല, അവന് രാഗങ്ങളിലെ രാജാവാണ് തോടി രാഗം. ആ പൂച്ച തോടി രാഗം പാടുന്നു. അല്ല, തോടി രാഗം പാടി കേട്ട ഒരു മനുഷ്യനും ഇവിടെ നിക്കത്തില്ല. അത് കേട്ട് അവൻ എത്ര നേരം കേട്ട്. റീസെന്റ് ആയിട്ട് ഞാനൊരു ഇട്ട വീഡിയോയും ഭയങ്കര വൈറലാ. അല്ല വൈറലാണ്, അത് സത്യം കേട്ടോ. അത് ചേച്ചി സംഭവം അവൻ ആ തോടി കഴിഞ്ഞ് മുഴുവൻ കേട്ട് ലാസ്റ്റ് ഇത് ദഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അല്ല, എന്തെങ്കിലും കൊടുക്കോ പാടിക്കഴിഞ്ഞ് കഴിക്കാൻ? ഒന്നുമില്ല, അവൻ അങ്ങനെ ഉറങ്ങും. അല്ലാതെ തള്ളലൊന്നും അല്ല, ഞാൻ തള്ളാറില്ല. ഉള്ള കാര്യമേ പറയാറുള്ളൂ. അത് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്റെ വീഡിയോ അതാ, അത് ഫേസ്ബുക്കിലെ റീൽസിൽ റീൽസിലിട്ടു. കണ്ടു. ശരി. കണ്ടോ? അല്ലാതെ അതാണ്. മക്കളെ, ഏത് പാട്ടാ പാടുന്നേ? തന്നനം തനന്നം. അടിപൊളി. അയ്യോ സൂപ്പർ പാട്ട്. സിനിമ, യാത്ര. യാത്ര. മ്യൂസിക് ഇളയരാജ സർ, എഴുതിയത്, ONV സർ, പാടിയത് KG യേശുദാസ് സർ, അമ്പിളി മാം, അന്ന സംഗീത മാം, ആന്റണി ആന്റോ സർ. Good, good. ഇത്രയും പേരുണ്ട്. Good, good. അപ്പൊ നമുക്ക് തകർക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. all the best.
തന്നന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഹോമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഹോമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി. ശിവാനിക്കുട്ടി എന്തോ നന്നായിരുന്നു മോളെ. മോടെ ശബ്ദം ഇങ്ങനെ ഒരു എന്താ പറയുക നല്ലൊരു പൂച്ചക്കുട്ടിയുടെ ഇപ്പൊ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. അതുകൊണ്ട് പറയാ ഒരു പൂച്ചക്കുട്ടിയുടെ നല്ല ശബ്ദവും എന്താണ് പറയുന്നത് സോഫ്റ്റ് ആയിട്ട് മോള് നല്ല ക്ലീൻ ആയിട്ട് പാടി. കുറച്ച് ശ്രുതിയൊക്കെ അവിടെ ഇവിടെ ഒക്കെ പോയി സാരമില്ല കേട്ടോ. നമ്മുടെ ഗ്രൂപ്പ് അതായത് സീസൺ 2 സീസൺ 3 അവര് നല്ല അവരുടെ ആ ഹമ്മിങ് മോള് പാടുമ്പോഴത്തേക്ക് ഇത്തിരി വ്യത്യാസം ഉണ്ടെങ്കിൽ മോക്ക് പാടാൻ പറ്റത്തില്ല, ഭയങ്കര ക്ലാഷ് ആവും. പിന്നെ രാജാ സാറിന്റെ മ്യൂസിക് അല്ലേ അദ്ദേഹം ഇട്ടിരിക്കുന്ന പാർട്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പാർട്സ് ആയിട്ടിരിക്കുന്നത്. കാരണം നമുക്ക് പാട്ടുകാരന് പാടാൻ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള പാർട്സ് ഒക്കെയാണ് പാർട്സ് ആയിട്ടിരിക്കുന്നത്. ഗുഡ്, നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടി. ശ്രുതി മാത്രം ഒന്ന് നോക്കണേ. മക്കളെ ശിവാനി, പണ്ടൊക്കെ ആന്റിക്ക് കോളേജിൽ നിന്നും
ഹോസ്റ്റലിൽ നിന്നൊക്കെ എക്സ്കർഷൻ പോകുമായിരുന്നു നിറയെ. അപ്പം ആ ബസ്സിലെ മെയിൻ പാട്ടാണ് അന്നത്തെ. ഇപ്പം എൻ്റെ എന്നല്ല, ആര് പോയാലും ഒരു എക്സ്കർഷൻ ട്രിപ്പ് പോയാൽ അതിലെ മെയിൻ പാട്ടെന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെച്ചോണ്ടേയിരിക്കും തന്നെ താൻ. എല്ലാവർക്കും പാടാൻ പറ്റിയ നല്ല ഒരു എന്നാൽ നല്ല അഴകുള്ള നല്ല സൗന്ദര്യമുള്ള ഒരു സംഗീതം, നല്ലൊരു സുന്ദരി പാട്ട്. ആ ദൂരെ ദൂരെ ഫസ്റ്റ് അനുപല്ലവിയിൽ പാടിയ ദൂരെ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. രണ്ടാമത്തെ ദൂരെ അങ്ങ് ഇമോഷണലായി പോയി. ദൂരെ അങ്ങ് ഭയങ്കര അങ്ങ് പാടി വന്നു. പക്ഷെ രസം ഉണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞു പാടിയപ്പോൾ അത് കേൾക്കാൻ രസം ഉണ്ടായിരുന്നു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ശിവാനിക്കുട്ടിയെ, എന്തോ ആദ്യം ഞാൻ അങ്ങോട്ടൊരു ചക്കരയമ്മ വരട്ടെ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാ. അയ്യോ, എനിക്ക് രാജാ സാറിന്റെ അല്ലെങ്കിൽ ഒരു പാട്ട് പോലും ഇഷ്ടപ്പെടാത്ത ഒരു പാട്ടില്ല മോളെ. എന്ത് രസമായി പാട്ട്. മോൾക്കൊരു കുഞ്ഞു പ്രായത്തിൽ എന്ത് രസമായിട്ട് മോൾ അതിൽ ഉൾക്കൊണ്ട്, മോൾക്ക് എന്താന്ന് പോലും അറിയത്തില്ല, വരികളൊക്കെ ബൈഹാർട്ട് ചെയ്ത് ആ ഫീൽ ഉൾക്കൊണ്ട് പാടുക. അതുപോലെ കോറസ്, ഓ ഗ്രൂമേഴ്സിന് കൊടുക്കണ ഒരു ഗംഭീര കയ്യടി. കാരണം അതിന്റെ പാർട്സ് ഹാർമണിയൊക്കെ എന്ത് പാടാ. കാരണം അവരൊരു ശകലം പിച്ച് പോലും മാറാതെ. ഈ പാട്ടിൽ വിഷ്വൽ കണ്ടിട്ടുണ്ടോ? എല്ലാം ഒരു 15-16 പ്രായത്തിലുള്ള പിള്ളേരാണ് ടൂർ പോകുന്നത്. അതിന്റെ മേൽ കോറസ് ഒക്കെ നമുക്കിവിടെ കറക്റ്റ് ആ ഏജിലുള്ള പിള്ളേരുടെ ടോണാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എന്ത് രസം ആപ്റ്റായിട്ട് ആ കോറസിന്റെ ആ ഒരു ടോൺ പോലും നമുക്ക് കിട്ടിയേക്കുന്നത്. കലക്കി കേട്ടാ. അല്ല റിമി, ടൂറിന് പോയപ്പം ഇപ്പൊ ഈ പാട്ടല്ലാതെ വേറെ എന്ത് പാട്ടായിരുന്നു ടൂറിലോ? ആ പാലായി നമ്മളെല്ലാം വീട്ടിലെല്ലാരും കൂടെ ബസ്സിൽ പോയപ്പോ ആ സമയത്ത് മനുവങ്കൾ ഇറങ്ങിയ ഒരു സമയത്ത് അന്ന് ബസ്സിൽ നിന്ന് ഒരു പാട്ട് പാടാവോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ ഒരു ഓർമ്മയില്ല, എവിടെയോ ഒരു കിളി പാടിയത് എവിടെയോ ഒരു രണ്ടുപേര് അന്ന് ഒരു കിളി പോയിരുന്ന സമയം. അപ്പൊ മോളെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു ഗിവ് യു 95 out of 100. താങ്ക് യു സർ. ആദ്യൊരു യാത്ര കുട്ടി. ബൈ. ഇനി നമ്മുടെ ടോപ്പ് സിംഗർ വേദിയിലേക്ക് ലിറ്റിൽ ഏഞ്ചൽസിന്റെ കൂട്ടത്തുനിന്ന് വൈദേഹി കുട്ടി എത്തുകയാണ്. വെൽക്കം വൈദേഹി കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ, ഇത് ആരായത്? രണ്ട് കൊമ്പൊക്കെ തലേ. ഹലോ ഹലോ. ഹലോ, സുഖാണോ? അയ്യോ, ഇത് ആരായി ചെല്ലക്കുട്ടി? എന്ത് രസം. ഇത് മുടി എന്ന പൊക്കി വെച്ചേക്കുവാണ്. അത് ഒറിജിനൽ മുടിയാ, ഞാൻ ഹെയർ ബാൻഡ് ആന്ന് ഓർത്ത്. ആ ഇവിടുന്ന് നോക്കുമ്പോ അങ്ങനെ തോന്നുന്നു, ഇങ്ങനെ പൊങ്ങി പുല്ലൊക്കെ ചെത്തി വെച്ചേക്കണ പോലെ. ഒരേ ലെവലിന് കേട്ടോ. ഇതാരാ കെട്ടിച്ചന്ന്? അവിടുത്തെ ആന്റിമാര്. ഓ, ആ ഹെയർ ബാൻഡ് ഒക്കെ എന്നാ തിളക്കമാണ്. ചിവിട്ടെ. എന്താ? എവിടാ സ്ഥലം? കാസർഗോഡ് കാലിങ്ങാട്. മോളെ അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഒന്ന് ആലോചിച്ചോട്ടെ, ഒറ്റ മിനിറ്റ്. ജോലി ചെയ്യുന്നു. അച്ഛൻ അതെ, എന്ത് ജോലി ചെയ്യുന്നു? അമ്മ എന്ത് ചെയ്യുന്നു? ടീച്ചർ. ടീച്ചർ. എന്തിന്റെ ടീച്ചറാ? ഇംഗ്ലീഷ് ആണോ മലയാളം ആണോ? ഇംഗ്ലീഷ്. ഓ, ഇംഗ്ലീഷ് ടീച്ചറാ. അപ്പൊ അമ്മ വീട്ടിൽ ഇംഗ്ലീഷ് ഒക്കെ പറയാറുണ്ടല്ലേ? ഇല്ല. ഇല്ലേ? പിന്നെ അറബിയാണോ ABCD ഒക്കെ പഠിപ്പിക്കും അല്ലേ? ABCD പഠിച്ചു കഴിഞ്ഞു. ABCD പഠിച്ചു കഴിഞ്ഞു. വാട്ട് ഈസ് യുവർ നെയിം? വൈദേഹി. ഓ, ആ പറയാ. സുഖാണോ? പാട്ടൊക്കെ പഠിച്ചാ? നന്നായിട്ട് പാടണേ. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഹെയർ ബാൻഡ് തരുമോ? അതെ, നല്ല ഹെയർ ബാൻഡ്. ചേച്ചിക്ക് ഹെയർ ബാൻഡ് വെക്കാൻ തരണേ. കണ്ടോ, കണ്ടോ, അതാണ് മനസ്സ്. അതാ കൊടുക്കുമെന്ന് ചോദിച്ചപ്പോ ആന്ന്. സാധാരണ കുട്ടികളാണെ പറയാ പാടി കഴിഞ്ഞിട്ട് മതിയേ. മോൾ അതുപോലെ തിരിച്ചു ചോദിക്കും. ഇത് പാടി കഴിയുമ്പോ കൈ കിടക്കുന്ന ഈ എന്താ വേണ്ടത്? നീല പാടി കഴിയുമ്പോ റിങ് എന്താ തരുമോന്ന് ചോദിച്ചു നോക്ക്. ഇതിൽ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ഓ ഭാഗ്യം എന്റെ ഈശ്വര. ഞാൻ വിചാരിച്ചത് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. മോളെ എന്തെങ്കിലും ചോദിക്കില്ലെങ്കിൽ വിഷമം വരും. എന്തെങ്കിലും പറ, ഞാൻ മേടിച്ചു തരാം. അടുത്ത പ്രാവശ്യം മേടിച്ചോണ്ട് വരാം. ആ കൈക്കില്ല വള. കഴിക്കില്ല വളം. ഇത് എങ്ങനെ ഇടൂടെ ചക്രയെന്ന്? ഇത് ഭയങ്കര അല്ല, അവള് കഴുത്തിലിട്ടോളും. ഇല്ലെങ്കിൽ ആ കമ്മല് മതി. ഞാൻ വിചാരിച്ചു ഞാൻ ഒരു കാര്യം ചെയ്യാം, വേറൊരു കമ്മൽ നല്ല കുഞ്ഞി പിള്ളേർക്ക് ഇടാൻ പറ്റുന്ന ഒരു കമ്മൽ മേടിച്ചോണ്ട് വരട്ടെ. പക്ഷെ നല്ല പാടണം, ഇത് തെറ്റിക്കാതെ പാടണേ. എവിടെങ്കിലും തെറ്റിയ കമ്മലിന്റെ ഓരോ ഇത് ഇളക്കി കളഞ്ഞ. അല്ല, ഒരു കമ്മലേ കൊടുക്കുള്ളൂ. ഒരു കമ്മൽ. ഒരു കമ്മല്. ഇപ്പൊ ഏത് പാട്ടാ പാടുന്നേ? 7:30 പൊന്നാണ്. ആരാ എഴുതിയെന്ന്? എഴുതിയത് അമ്മ എഴുതി തന്ന വയലാർ സാർ. പാടിയത് മാധുര്യമ്മ. ആഹാ, വെരി ഗുഡ്. അപ്പൊ മ്യൂസിക് ആരാ? സംഗീതം? സംഗീതം ദേവരാജ മാസ്റ്റർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ട ഈ കുഞ്ഞു പിള്ളേരൊക്കെ അല്ലേ? മക്കളെ നന്നായിട്ട് പാടും കേട്ടോ. ഓക്കെ. നല്ല അടിച്ച് പൊളിച്ച്. ഇവിടെ ആരും ഇല്ലെന്നങ്ങ് ആലോചിച്ചാൽ മതി, അങ്ങ് തകർത്തോളൂ.
ശിവായ. എന്റെ പൊന്നോ. ആഹാ. അയ്യോ. ശ്ശോ. മക്കളെ നമശിവായ നമിച്ചിരിക്കുന്ന കേട്ടോ. ഈ പ്രായത്തില് എത്രയോ വർഷം മുമ്പുള്ള ഈ പാട്ട് എൻ്റെ ചക്കര പാടി കേട്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് വാക്കുകളില്ല മോളെ പറയാൻ, അസാധ്യമായിരിക്കുന്നു. ഇത് ഏറ്റുമാനൂരപ്പൻ ഒരു എന്താണ് പറയുന്നത്, ഒരു അനുഗ്രഹം കൊടുക്കും മോക്ക് തീർച്ചയായിട്ടും കേട്ടോ. അസലായിട്ട് പാടി. മോക്കിപ്പോ എത്ര വയസ്സായി? ഈ 6 വയസ്സിൽ ഈ പാട്ടൊക്കെ പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതം. അല്ലേ, ഇതൊരു സംഭവമാണ് കേട്ടോ. ഈ 6 വയസ്സിൽ ഈ കൊച്ചു കുഞ്ഞ് കളഭ മുഴുക്കാപ്പ് എന്നൊക്കെ പറയുമ്പോഴ് ഇവിടെ ഒരു 10-18 വയസ്സായിട്ടുള്ള ചെറുക്കൻ വൈ കളവ് മുഴുകേ ഇങ്ങനെ പറയുന്ന ഒരു കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തില് ഈ 6 വയസ്സായിട്ടുള്ളൊരു കൊച്ചുകുട്ടി ഡെഡിക്കേറ്റഡ് ആണ്. അതിനെ പഠിപ്പിക്കുന്നതും അതിൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും. ഈ കുട്ടി പാടുന്ന കേട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തെക്കുറിച്ച് നമുക്ക് ഒരു മതിപ്പ് തോന്നും. കാരണം വേറൊന്നുമല്ല, അവരുടെ ആ കുടുംബത്തിൽ വളർത്തുന്നത് മലയാളമാണ്. അക്ഷരസ്ഫുടതയോടു കൂടിയാണ് പഠിപ്പിക്കുന്നത്. അങ്കിളിന് മാത്രമല്ല എല്ലാവർക്കും നിങ്ങൾക്ക് ഒരു ആഗ്രഹം കാണും. കാരണം ആ ഒരു പോർഷൻ ഒന്നുകൂടെ കേൾക്കാൻ. കളഭ മുഴുക്കാപ്പ്. കാലത്തെ കണി കാണാൻ വരും
പൊടിപ്പുഴയിലെത്തിയിട്ട ജലം. നമ ശിവായ നമ ശിവായ നമ ശിവായ. ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ. തൊഴുന്നേൻ 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 ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. നമ ശിവായ നമ ശിവായ നമ ശിവായ. എന്താ മോനെ എന്താ ചോദിച്ചു? ഓം നമോ നമ ശിവായ. നമ ശിവായ. ഇത് കിടന്നോട്ടോ മോളെ. ചക്കരെ ഒന്നും പറയാനില്ല. നമ്മൾ ഇതുപോലെ തന്നെ നന്നായിട്ട് പഠിച്ചു പോകണം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹം കാണും, യാതൊരു സംശയമില്ല. ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ സംഗീത പ്രേമികളും ഒന്ന് ഞെട്ടിക്കാണും, അത് യാതൊരു സംശയവുമില്ല. അത് ടോപ്പ് സിംഗർ സീസൺ 5-ന്റെ ഒരു മുത്താണ് നീ, കേട്ടോടാ ചക്കരെ. എന്തോ ഞാൻ വിളിക്കണ്ടേ? ദേവകുട്ടി. എൻ്റെ പൊന്ന് ദൈവൂട്ടി, ഒരു ഉമ്മ വെച്ചോട്ടെ. എന്ത് രസമായിട്ട് പാടിയത് ചക്കര. ആ ഒരു കറക്റ്റ് താളത്തിൽ അത്രയും നിറയെ ലിറിക്സ് ഉണ്ട്. കറക്റ്റ് താളത്തിന് കറക്റ്റ് ആയിട്ടുള്ള ബ്രീത്ത് എടുത്തതാണ് എനിക്ക് അന്തം വിട്ടുപോയത്. ഞാൻ കൊറേ നാള് പഠിച്ച് കൊറേ നാളായോ? അല്ല, ഗ്രൂമേഴ്സ് പഠിപ്പിക്കാൻ വരും. അപ്പൊ പിന്നെ അതിന്റെ ആരസ്ഥയായി എല്ലാം മറിഞ്ഞു. അതാണ് എന്നാലും അതൊക്കെ ഒരു ഗ്രൂമേഴ്സ് സൂപ്പറായിട്ട് പഠിപ്പിച്ചു. പക്ഷെ ആ ബ്രീത്ത് എടുക്കുന്ന നേരം ഉണ്ടല്ലോ, ടക്കുന്നത് നിമിഷത്തിൽ അത് എടുത്തിട്ട് അടുത്ത ആ താളം തെറ്റിക്കാതെ പോയ പോക്ക്, പ്രൊനൗൺസിയേഷൻ, അക്ഷരസ്ഫുടത, ട്യൂണ്, ഭാവം. ഏഴര പൊന്നാന. ആ പൊന്നാന ലാസ്റ്റത്തെ തുണ്ടുപുലവ് കേട്ടില്ലേ? ഇത് എൻഡിങ് കേട്ട് നോക്കൂ. ഭയങ്കര രസമായിട്ടാ പൊന്നാന പാടിയത്. നമ്മൾ ആഹാന്ന് പറഞ്ഞു. മിടുക്കി കേട്ടോ. ഗോഡ് ബ്ലെസ് യു. എനിക്ക് ആ തൊഴുന്നേനൊന്ന് പാടിക്കാൻ മോളെ. ഞങ്ങൾ ഞങ്ങളും തൊഴുന്നേ, അത്രേ ഉള്ളൂ. ഞങ്ങൾ അത് പറയാനാ ഞാൻ പാടിപ്പിച്ചേ. എന്നാ തൊഴുന്നേന്ന് വെച്ചാ മനസ്സിലായോ? എന്താ തൊഴുന്നേന്ന് വെച്ചാ എങ്ങനെയാ അറിയാല്ലേ? അതുപോലെ നമ ശിവായ എന്ന് പാടുമ്പോ ഈ ഒരു വല്ലാത്ത ഫീലാട്ടോ. അതെ, അത് ഭയങ്കര ആ ട്യൂണിന്റെ അല്ലേ. അതുപോലെ ഏറ്റുമാനൂരപ്പൻ എന്ന് പറഞ്ഞാൽ അറിയാവോ മോനെ? ഈ ഏറ്റുമാനൂർ അമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ്. ഏറ്റുമാനൂരുകാർക്ക് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആൾക്കാർക്ക് വരുന്ന ഒരു അമ്പലം. ഭയങ്കര ഫേമസ്. കോട്ടയംകാർക്കൊക്കെ അറിയാലോ അല്ലെ? കിടങ്ങൂരുള്ള മീനുട്ടിക്കൊക്കെ അറിയാലോ. അപ്പൊ പോയിട്ടുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ. പിന്നെ ഇഷ്ടം പറയണം കേട്ടോ. ഏറ്റുമാനം ഞങ്ങൾ തൊട്ടടുത്താന്നേ. എടുത്തോ, തൊട്ടടുത്താന്നേ. റിമീഡ് അടുത്താ. എന്റെ അടുത്ത മീനുട്ടിക്ക് അതിനേക്കാളും അടുത്ത കിടങ്ങൂര് തൊട്ടടുത്ത. ചേച്ചി അതേപോലെ തന്നെ വേറൊരു പാട്ടുണ്ട് ഏറ്റുമാനൂർ അമ്പലത്തിൽ. ഒരു ലൈന്. ഏറ്റുമാനൂരമ്പലത്തിൽ എഴുന്നള്ളത്ത് മുന്നിൽ കാത്തു നിന്ന പൂവമ്പന്റെ പള്ളി നായാട്ട്. അങ്ങനൊരു പാട്ട്. അങ്ങനെയൊക്കെ ഭയങ്കര ഹിറ്റായ. അടുത്തേല് പാടാൻ പോകുന്ന മിയ ചേച്ചി പാടിയ പാട്ടാ. ആണോ? ഈ കൊച്ചിനുണ്ടല്ലോ ഈ പാട്ടുകളൊന്നും ഈ രണ്ട് കുഞ്ഞുങ്ങളും മിയ ചേച്ചിയും മേഘ ചേച്ചിയും അവരുടെ പാട്ട് കേട്ട് ആരാധന മൂത്ത് ടോപ്പ് സിംഗറിൽ വന്ന് ദൂരേന്ന് വന്ന ഒരു കുഞ്ഞ് ആരാധികയാണ്. ഇവരുടെ പാട്ടുകൾ തപ്പിയെടുത്ത് ഇവരോടുള്ള ആരാധന ഇവരെ നോക്കിക്കൊണ്ടിരിക്കാന്നുള്ളതാണ് ഈ മിയ ചേച്ചി ചെന്നൊന്ന് അവർ ആ കുഞ്ഞിന്റെ അടുത്തൊന്ന് പോയി ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ഹഗ് ചെയ്തേ. നിങ്ങളും ഈ പിള്ളേരും ഈ വയസ്സിൽ വന്നതല്ലേ? ആ, ഇപ്പൊ അവര് ചേച്ചിമാരായി. അപ്പൊ നല്ല ഞങ്ങൾക്കൊരു ഈ കാഴ്ച കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കുടുംബം. അതെ, ദേവകുട്ടി ഹാപ്പി ആയില്ലേ? ഇവർ രണ്ടുപേരും അടുത്ത് കിട്ടി ഹാപ്പി ആയില്ലേ? ഓക്കെ. ദൈവം മോളുടെ കൂടുണ്ട്, ഏറ്റുമാനൂരപ്പൻ കൂടുണ്ട് മോളുടെ കേട്ടോ. അസാധ്യമായിട്ട് പാടി ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകുരേ. കുസൃതിയും കുറുമ്പും നിറഞ്ഞ പാട്ടിന്റെ പ്രിയ വേദിയിലേക്ക് കണ്ണൂരിന്റെ പാട്ടുകാരൻ അമ്മേക്ക് എത്തുന്നു. വെൽക്കം അമ്മേക്ക് ഓൺ സ്റ്റേജ്. അമ്മയൊക്കെ
ഭയങ്കര അമ്മയ്ക്ക് ഒരുപാട് പേര് മോന്റെ ഓ. പാട്ട് കേട്ട് ഒരുപാട് പേര് കോംപ്ലിമെന്റ് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓഡീഷനിൽ ഏത് പാട്ടായിരുന്നു പാടിയത്? ഇളവന്നൂർ മഠത്തിലെയും ഇളവന്നൂർ മഠത്തിലെയും സുന്ദരിയെ. സുന്ദരി ആ സുന്ദരിയേ സുന്ദരിയേ, ആ. അത് കേട്ടിട്ട് ഒരുപാട് പെമ്പിള്ളേർ ഇങ്ങനെ നിന്റെ അഡ്രസ്സൊക്കെ വേണമെന്ന് പറഞ്ഞു, കത്തെഴുതി അയക്കാൻ വേണ്ടി ഇത് വേണമെന്ന് പറഞ്ഞു. ഒരുപാട് കോളേജിൽ നിന്ന് കുട്ടികളൊക്കെ വിളിച്ചു. എനിക്കൊക്കെ മെസ്സേജ് വന്നു കൊറേ. ആ. ആ മേഘിനെ അന്വേഷണം പറയണേ, നമ്പർ കിട്ടുവോ എന്നൊക്കെ ചോദിച്ചു. എവിടെ വീട്? എവിടെ വീട്? കണ്ണൂര് ആ. കണ്ണൂര് എവിടെ? കടമ്പൂര് അഡ്രസ് എന്ന് പറഞ്ഞു. അഡ്രസ് എന്ന് പറഞ്ഞു. കണ്ണൂര് കടമ്പൂര്. വീട്ടുപേര് കുനിയിൽ ഹൗസ്. എന്താ കുനിലോ? കുനിലോ? കുനിയിൽ ഹൗസ്. കുനിയിൽ. അമേഗ് കുനിയിൽ ഹൗസ്, കണ്ണൂര്. കണ്ണൂര് ആ. കടമ്പൂര്. മോന്റെ വീട് ഇങ്ങനെ കുനിഞ്ഞാണോ കേറണത്? അതായത് ആ. അയ്യോടാ. അല്ല ചില വീടുകൾ പ്രത്യേകമായിട്ട് അങ്ങനെ വാർത്തിട്ടുണ്ട് ഇങ്ങനെ. എനിക്ക് വയ്യ കേട്ടോ ഈ കോമഡി കേൾക്കാൻ. പിന്നീട് വീട്ടുപേരെന്തോ? സംഗീത ഭവൻ. അപ്പൊ എല്ലാരും പാടിക്കൊണ്ട് വേണോ കേറാൻ? ഓ ചേട്ടാ ചില വീടുകൾ അടിയേറ വച്ചു. വേറൊരു കാര്യമുണ്ട്, ഇവൻ ഇവിടെ തന്നെ കറങ്ങുമായിരുന്നു ഈ പെരക്ക് ചുറ്റും. അതെന്താ? ആ സീസൺ 4 വന്നില്ലേ നീ? ആ വന്നിരുന്നത്. ആ ഞാൻ പറഞ്ഞില്ലേ സീസൺ 3 വന്നില്ലേ? സ്ത്രീകൾ വന്നിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് കേറാൻ വേണ്ടി ഈ പെരയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങി കിടക്കായിരുന്നു 3-4 വർഷമായിട്ട്. ഓ അങ്ങനെ ഫൈനൽ കിട്ടി. ഫൈനലിൽ കിട്ടി. അത് അസാധ്യമായിട്ട് അവൻ പാടുന്നുണ്ട് കേട്ടോ. ഏത് പാട്ടാ മോനെ പാടുന്നേ? രാത്തിങ്കൾ പൂത്താലി ചാർത്തി. ആ, നല്ല പാട്ട്. ആ, നല്ല പാട്ട്. അങ്ങനെ ഇത്രയും കറങ്ങിയിട്ട് ലാസ്റ്റ് കേറിയിട്ട് ഇങ്ങനെ നിന്നാ മതിയോ? ആ ഇത്ര സന്തോഷിക്കണ്ട. എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കുകയും സംസാരിക്കുകയും മറുപടി പറയുകയൊക്കെ ചെയ്യണം. ചോദിക്കരമ്മയുടെ അടുത്ത വിശേഷം എന്തോന്ന്? നീ ചോദിക്കുന്ന എന്ത് ചോദ്യത്തിന് ഉത്തരം പറയും. ആ, come on. പെട്ടെന്ന് ചോദിക്ക്, പെട്ടെന്ന് ചോദിക്ക്. ഒരു കുസൃതി ചോദ്യം. തെങ്ങ് എന്തുകൊണ്ടാണ് ആടുന്നത്? തെങ്ങിന് അതോ തെങ്ങില് കള്ളുണ്ട്. യെസ്. അപ്പൊ അണയനല്ലേ? അപ്പൊ ആർക്കാണ്? ഞാൻ പറയാം. ഇതിനകത്ത് കള്ളുണ്ടല്ലേ? ആ ഈ പിന്നെ മീനോട്ട് ഡെയിലി കഴിക്കുന്ന എവിടുന്നാ? മോനെ ഓ മതിയടാ. ആരാ ഇതിന്റെ മ്യൂസിക് ഒന്ന് പറയാമോ? വേഗം പറയാമോ? മ്യൂസിക് ജോൺസൺ മാഷ്. താങ്ക് യു. ആരാ എഴുതിയത്? ഗിരീഷ് പുത്തഞ്ചേരി. താങ്ക് യു. ആരാ പാടിയത്? യേശുദാസ് സാർ. താങ്ക് യു. ഏതാ സിനിമ? ഈ പുഴയും താങ്ക് കടന്നു. യു സോ മച്ച്. പാടിക്കോട്ടോ. ആ രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. നാളില്ല കോലായി പൂവേളി പുൽപ്പായിൽ നവമി നിലാവേ നീ വിരിഞ്ഞു. നെഞ്ചിൽ നറുജപതീർത്ഥമായി നീ നിറഞ്ഞു. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി.
പൂവായി പൂവേളി പുൽപ്പായി നവമിനിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജവതീർത്ഥമായി നീ നിറഞ്ഞു. ശബാഷ്, ശബാഷ്, ശബാഷ്. മക്കളെ അമേക്കേ ഓ സാധ്യമായിട്ട് പാടി. താങ്ക് യു. ഞാനിങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. മോന്റെ രണ്ടാമത്തെ പാട്ടല്ലേ ഇത്? ആ. രണ്ടാമത്തെ പാട്ട് ഇത് ഇത്രയും അതിമനോഹരമായിട്ട് പാടിയിട്ട്. താങ്ക് യു. മോൻ 2-3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ. അതായത് ഒന്ന് ലാൻഡിങ് നോട്ട്സ്. ആ. ഇപ്പം ഹമ്മിങ് പാടിയില്ലേ? ആ ഹമ്മിങ് പാടുമ്പം എല്ലാത്തിൻ്റെ എൻഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്നും ഒരു സംഭവം കൊണ്ട് ഇടരുത്. ആ. ഈ എൻഡിൽ സുഖമായിട്ട് നിർത്തണം. ആ. ഈ പണ്ട് ഗാനമേളയ്ക്ക് പാടുന്ന കുറെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ ഒരു ടെക്നിക്കാണ്. അവർ ഇടയ്ക്ക് എന്തൊക്കെ തെറ്റിയാലും ഈ ഇടയകന്യകയൊക്കെ പാടും. എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്ത് പാടും. പാടിയിട്ട് അവസാനം എന്ത് മിസ്റ്റേക്ക് ഇടയിൽ വന്നു കഴിഞ്ഞാലും ലാസ്റ്റ് നിർത്തുമ്പം ഇടയ കന്യകെ പോവുക നീ ഇങ്ങനെ അങ്ങ് നല്ല നീട്ടി പിടിക്കും. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ കൈയടിക്കും. ആ. കാരണം ഒരു ടെക്നിക്കാണ്. അത് അത്രയും നീണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആയി. അപ്പൊ ഈ സസ്റ്റെയിനിന് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആ. അപ്പൊ ഓരോ ലൈനിന്റെ അറ്റത്തും ആ സസ്റ്റെയിൻ നല്ല സുഖിപ്പിച്ച് നിർത്തണം. മോൻ ഒരുപാട് സ്ഥലങ്ങൾ അതിഗംഭീരമായിട്ട് പാടും. താങ്ക് യു. അതാണ് പല്ലവി പാടി Thank you. കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് Thank you, കൈയടിച്ച്. മനസ്സിലായോ? താങ്ക് യു. പിന്നെ ഒരു സ്ഥലം അങ്ങോട്ട് എത്തിയില്ല. നോവുകൾ മാറാല ആ. മൂടും മനസ്സിന്റെ ആ നോട്ട് എത്തിയോ? ഇല്ല. ദരിരരനാന നാനാനന. അത് വരണം. പാടിക്കേ. നോവുകൾ മാറാല മൂടും മനസ്സിന്റെ. ആഹാ വന്നല്ലോ. നേരത്തെ മൂടിയപ്പോ മൂടിയില്ല, ശകലം തുറന്നിരുന്നു. അതിനകത്തൂടെ കൈയിട്ടെടുക്കായിരുന്നു. അത് ആ 2 സ്ഥലങ്ങളാണ്. പിന്നെ കാവടിയാടുമീ. കാവടിയാടുമീ. അതിന് എന്തിനാ എത്ര കടിച്ചു പിടിക്കുന്നേ? കാവടി ഇത്രയല്ലേ ഉള്ളൂ. കാവടിയാടുമീ ആ കൺതടവും. ഇങ്ങനെ നിന്ന് പാടണം. ഓക്കേ. മോൻ പാടുന്നതിലും കുറച്ച് മാറ്റം വരുത്തണം. കാവടിയ ഇങ്ങനെ പോണ്ട. ആ. കാവടി ഇത്രയല്ലേ ഉള്ളൂ. ചെറിയൊരു കാവടിയല്ലേ? പാടിക്കേ. കാവടിയാടുമീ കൺതടവും നിന്റെ കസ്തൂരി ചോരുമീ കവിളിണയും. സൂപ്പർ. അത് കഴിഞ്ഞിട്ട് നോവുകൾ മാറാല മൂടും മനസ്സിന്റെ. നാനാനേ, മൂടും മനസ്സിന്റെ. നാനാനേന. മൂടും മനസ്സിന്റെ. നോവുകൾ മാറാല മൂടും മനസ്സിന്റെ. മച്ചില ശ്രീദേവിയായി. അവിടെ നേരത്തെ ഒന്നുകൂടെ നന്നായിരുന്നു കേട്ടോ. മോൻ ഈ സസ്റ്റെയിൻ നോക്കുക. പിന്നെ അക്ഷരം കുറച്ചു വന്ന് പിടിക്കുക. Okay. മധുചന്ദ്രനും. എന്താണ്? മധുചന്ദ്രനും. മോൻ മധുചന്ദ്രൻ എന്നൊക്കെ പാടിയത്. മധുചന്ദ്രനും പറഞ്ഞേ. മധുചന്ദ്രനും. അബ്ബാ അല്ല, മധു മധു ചന്ദ്രൻ. ചന്ദ്രൻ. അങ്ങനെ കൃത്യമായിട്ട് മധുചന്ദ്രൻ. നന്നായിരുന്നു. താങ്ക് യു. പാടിയത് അതിഗംഭീരമായിരുന്നു. ഓൻ നന്നായിട്ട് പാടിയതുകൊണ്ടാണ് ഇത്രയും കൂടെ പറഞ്ഞു തന്നത്. ഓക്കെ. അമ്മയൊക്കെ കുട്ടാ, ഓ ഞാൻ നിന്റെ ഒരു ഫാനാടാ. താങ്ക് യു. ഈ പാട്ടില് എവറി ടൈം രാത്തിങ്കൾ പൂത്താലി ചാർത്തി എന്നുള്ള ആ ഒരു സംഭവം ഇടം ഭയങ്കര രസമായിരുന്നു. താങ്ക് യു. അതുപോലെ പല എക്സ്പ്രഷൻസ്, മംഗലപ്പാലയിൽ മലർക്കുടമായ എക്സ്പ്രഷൻ ഭയങ്കര സംഭവമായിരുന്നു. താങ്ക് യു. എനിക്കൊരു 2 വരി പാടാൻ തോന്നുന്നു. ഇത് ഒരു ഹിന്ദി പാട്ടാ. പ്രേമ ഈശ്വര ഹേ, ഈശ്വര പ്രേമ ഹേ, പ്രേമ ഈശ്വര ഹേ, ഈശ്വര പ്രേമ ഹേ, हर धड़कन में ईश्वर समा है, हर धड़कन में ईश्वर समा है, प्रेम ईश्वर है, प्रेम ईश्वर है, ईश्वर प्रेम 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 है. മോനെ ചക്കരേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. ഞാനും ചേച്ചി പറഞ്ഞ അതേ ഇതാണ്. മോന് ഈ പാട്ട് ഒന്നാമതെ
നമ്മുടെ എല്ലാം ഭയങ്കര ഫേവറേറ്റ് പാട്ടാണ്. പിന്നെ നിന്റെ പാട്ടിന്റെ പ്രത്യേകത എനിക്കറിയത്തില്ല. ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂവിൽ ഇപ്പം അദ്ദേഹം ഒത്തിരി സിനിമയിലൊന്നും പാടുന്ന ഒരു പ്ലേ ബാക്ക് സിംഗർ ഒന്നും അല്ല. പക്ഷെ അദ്ദേഹം ചില പാട്ടുകൾ മൂളെന്ന് കേൾക്കുമ്പോഴുണ്ടല്ലോ അത് നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. അങ്ങനെ ചില ആൾക്കാരുണ്ട്, അവർ പ്ലേ ബാക്ക് സിംഗേഴ്സ് ഒന്നും ആവത്തില്ല, സാധാരണക്കാർ. അവർ ചില പാടുമ്പോഴത്തേക്കും അത് നമുക്ക് ഭയങ്കരമായിട്ട് കൊള്ളും. ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഇല്ലേ, വിദ്യാജി, മോഹൻ സിത്താര സാറ്, അവരൊക്കെ ഈ ഹാർമോണിയൊക്കെ വെച്ച് പാടുമ്പോഴത്തേക്ക് അവരൊത്തിരി സിനിമയിൽ പാടുന്നില്ല, പക്ഷെ അവർ പാടി തരുമ്പോഴത്തേക്കും എക്സ്പ്രഷൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ എന്തോ ഒരു സാധനം നിന്നിലുണ്ട്. നീ ചില പാടുന്ന ചില പാട്ടുകളിൽ എന്തോ ഒരു ഫീല് നമുക്കത് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. അത് ബൈ ബർത്ത് ആയിട്ട് ദൈവം തന്നേക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ അത്ഭുതപ്പെടുക, സീസൺ 3ലും 4ലും എന്തുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇതിലെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് പഠിക്കുകയായിരുന്നു. അതിനുള്ള സമയം നമ്മൾ തരുമായിരുന്നു. ഇതിലെ ചുറ്റി തിരിഞ്ഞ് ഇതൊക്കെ നിരീക്ഷിക്കാനും പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം എടുത്ത് 5ാമത്തെ സീസണിൽ കരുതി കൂട്ടി വരാനുള്ളൊരു സമയം തന്നിരിക്കുകയായിരുന്നു നമ്മളല്ലേ. പിന്നെ ജോൺസൺ മാസ്റ്റർ കമ്പോസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്നാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു പാട്ട് എടുക്കുകയാണെന്നെങ്കിൽ ഈ പാട്ട് തന്നെ തിങ്കൾ പൂത്താലി ചാർത്തി, അപ്പൊ അദ്ദേഹം ചെയ്യുന്നത് താനീ നാനി നാനി ഇടത്തുള്ളൂ. അപ്പോഴെല്ലാം നമ്മുടെ ഗിരീഷ് അവിടെ നിന്ന് ഇങ്ങനെ കേട്ടിട്ട് എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കും. അപ്പൊ ഒന്നും എഴുതത്തില്ല ഗിരീഷ്. ഇതിന്റെ ഒരു ഭംഗി വരുന്നത് ഈ വരിയും കൂടെ വരുമ്പോഴാണ് അതിന്റെ ഭംഗി വരുന്നത്. വെളുപ്പാങ്കാലം 4 മണിയാകുമ്പോൾ എണ്ണീറ്റ് ഗിരീഷ് എല്ലാം എഴുതിയിട്ട് കൊണ്ടുവന്നിട്ട് ജോൺസേട്ടന് കൊടുക്കും. അത് റെക്കോർഡിങ് ദിവസമാണ്. അപ്പൊ ജോൺസേട്ടൻ വായിച്ചു നോക്കിയിട്ട് ഒരു ചിരിയുണ്ട് ജോൺസേട്ടൻ്റെ. ചിരിച്ചിട്ട് പറയും, നീ എഴുതിയാ ഞാൻ വായിക്കുന്ന എന്തിനാ, ഞാൻ വായിക്കുന്ന എന്തിനാ, അത് ദാസേട്ടന് കൊണ്ട് കൊടുത്തേരുന്നു. അത്ര കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെ മേത്തൊക്കെ കുളിർ. ഈ ജോൺസേട്ടൻ എനിക്ക് പറഞ്ഞു തരുന്ന എത്രയോ പാട്ടുകൾ എനിക്ക് പറഞ്ഞു തന്നു. ഫേമസ് ആയതും ഫേമസ് അല്ലാത്തതുണ്ട്. കതിരോല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി മാളൂര്, അത് സൂപ്പർ സോങ്സ്. എന്തോ ഒരു നൊസ്റ്റാൾജിക്ക് പാട്ട്. അയ്യോ, ഒരുപാട് പാട്ടുകൾ ദശരഥത്തില്. സാറിനൊക്കെ ഇപ്പൊ 19ഓളം പാട്ട് പാടാനുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് കിട്ടിയ എനിക്ക് ഒരു പാട്ടുണ്ടായിരുന്നു ഐ വി ശശി സാറിന്റെ സിനിമയിലെ പട്ടൊടുത്തു പൊട്ടു തൊട്ട കൊട്ടുവാൽ കിളി, ഒരു പാട്ടായിരുന്നു. പിന്നെ ഒരു ഡിവോഷണലും പാടാൻ വിളിച്ചു. എന്തോ എനിക്ക് ഭയങ്കര സന്തോഷം. 2ാമതൊരു പാട്ട് കൂടെ പാടാൻ വിളിച്ചു. അങ്ങനെ ആ ഡിവോഷണൽ പാട്ട് ഇവിടെ കൊച്ചിയിൽ നടന്ന കാസറ്റ് റിലീസിന് ശേഷം എനിക്ക് തിരുവനന്തപുരത്തോട്ട് പോകണമായിരുന്നു. അപ്പൊ ഒന്നിച്ചൊരു യാത്ര കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകാൻ സാധിച്ചു. അപ്പൊ കൊല്ലത്ത് ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ കൂടെ വരുന്നത് എനിക്ക് സന്തോഷമുള്ളൂ, പക്ഷെ കൊല്ലത്ത് എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ സാറ് എന്ത് ചെയ്യും? എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അവിടെ ഹോട്ടലിൽ റെസ്റ്റ് ചെയ്തോളാം, നീ പാടിയിട്ട് വാന്ന്. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ സാർ? എന്ത് ചെയ്തു? കൊല്ലത്ത് റെസ്റ്റ് ചെയ്യുമല്ല, ആ പരിപാടിക്ക് വന്ന്, എന്നിട്ട് ആ ബ്രേക്കിന്റെ സമയത്ത് സാറിനെ അവരവിടെ ആദരിക്കുകയും ചെയ്തു. സാർ അവിടെ ഗിറ്റാർ വായിച്ച് പാട്ടും പാടി സാറിനെ അവരെ ആദരിച്ച് പൊന്നാടയൊക്കെ നൽകി ഞങ്ങൾ തിരുവനന്തപുരം വരെ പോയി. മോനെ, so we are giving you 97 out of 100. Thank you sir. ഏതാ മോൻ ഇഷ്ടപ്പെട്ട ഒരു പൂക്കുറ്റി? ജോൺസൺ സർ. ആണോ? ആടി ഒരു ജോൺസൺ പൂക്കുറ്റി. ഇത്രയും നേരം നമ്മൾ കോമ്പറ്റീഷൻ പാട്ടുകളും പെർഫോമൻസും ഒക്കെ കണ്ടു. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള സമയമാണ്. പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ ടോപ്പ് സിംഗറിലെ കുട്ടികളുടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. ശിവ 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 നമഃ ശിവായ. ഹര 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 കൈലാസവാസ. ധിമി ധിമി ധിം ധിമി 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 ധിം ധിമി 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 ധിം ധിമി ധിമി. ഓ ഹര 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 ശങ്കര ശിവ 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 ശങ്കര ദുരിത ശമനദായക ഓദയാമയ. ഹര 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 ശങ്കര ശിവ 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 ശങ്കര ദുരിത ശമനദായക ഓദയാമയ. നിൻതൊടിയുടെ തിമിതിമി തിമി കുംഭം പമ്പിടും നിന്റെ അമ്പലങ്ങളിൽ കുമ്പിടും കുടുംബം. പല പാപ പങ്കില ജീവിതത്തിന് മോക്ഷവും തരണേ, എന്റെ പ്രാണസങ്കട പ്രാർത്ഥനയുടെ പാട്ടു കേൾക്കണമേ. ഹര 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 ശങ്കര ശിവ 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 ശങ്കര ദുരിത ശമനദായക ഓദയാമയ. ഹര ഹര ഹര
ശിവ ശിവ ശങ്കര ദുരിതശമനദായക ഓ ദയാമയ. ഒന്നാം കുന്നിലോടിയെത്തി 1000 വലം വെക്കാൻ പൊന്നാം നിന്നെ മിന്നായമ ഇടവും വെക്കാം. ഒന്നാം കുന്നിലോടിയെത്തി 1000 വലം വെക്കാൻ പൊന്നാം നിന്നെ മിന്നായമ ഇടവും വെക്കാം. പാർവതിയായി നീ വരുന്നേരം അവനെ പണ്ടും നിന്നോടാ പിണങ്ങി ഞാൻ വെറുതെ. മംഗളക്കുളിർ ഗംഗ എന്തിനു മുത്തേ മൂർത്താവിൽ സീകരിക്കണ സർപ്പം എന്തിനു നീലകണ്ഠത്തിൽ. പല പാപ പങ്കില ജീവിതത്തിന് മോക്ഷവും തരണേ. എന്റെ പ്രാണസങ്കട പ്രാർത്ഥനയുടെ പാട്ടും കേൾക്കണമേ. ഹര 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 ശങ്കര ശിവ 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 ശങ്കര ദുരിതശമനദായക ഓ ദയാമയ. ഓം ഹര ഹര ഓം ഹര ഹര ഓം ശിവ ശിവ ഓം ശിവ ശിവ ഓം ഹര ഹര ഓം ശിവ ശിവ ഓം ഹര ഹര ഓം ശിവ ശിവ. ലേ 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 പഞ്ചാഗ്നിയിൽ നെഞ്ചു കത്തി കണ്ണ് പൊത്തി കാത്തിരിക്കൂ തുലാമഴക്കാലം തീർന്നാൽ സ്വയംവരം. പഞ്ചാഗ്നിയിൽ നെഞ്ചു കത്തി കണ്ണ് പൊത്തി കാത്തിരിക്കൂ തുലാമഴക്കാലം തീർന്നാൽ സ്വയംവരം. മഞ്ഞുരുകും പാൽമണിവേലിൽ ഉരുകി അംബോഷമ്പോ ഞാൻ തളരുന്നു വെറുതെ. ചന്ദനത്തിരി തുമ്പു കത്തന കണ്ണിൽ കണ്ണാടി മുന്തിരിച്ചിരി ചില്ലുടയ്ക്കണത് നീ കാണുമ്പം. പല പാപ പങ്കില ജീവിതത്തിന് മോക്ഷവും തരണേ. എന്റെ പ്രാണസങ്കട പ്രാർത്ഥനയുടെ പാട്ടും കേൾക്കണമേ. ഹര 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 ശങ്കര ശിവ 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 ശങ്കര ദുരിതശമനദായക ഓ ദയാമയ. ഹര 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 ശങ്കര ശിവ 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 ശങ്കര ദുരിതശമനദായക ദയാമയ. നിൻ തുടിയുടെ ധിം ധിമി 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 കുംഭം. വമ്പെഴും നിന്റെ അമ്പലങ്ങളിൽ കുമ്പിടും കുടുംബം. പല പാപ പങ്കില ജീവിതത്തിന് മോക്ഷവും തരണേ. എന്റെ പ്രാണസങ്കട പ്രാർത്ഥനയുടെ പാട്ടും കേൾക്കണമേ. ഹര 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 ശങ്കര ശിവ 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 ശങ്കര ദുരിതശമനദായക ഓ ദയാമയ. ഹര 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 ശങ്കര ശിവ 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 ശങ്കര ദുരിതശമനദായക ഓ ദയാമയ. ക്യാമറ റോളിംഗ് ആക്ഷൻ. ഞാൻ ഏറ്റ് പിടിച്ചേ തള്ളിക്കോ. അയ്യോ ഇല്ല തള്ളേ. വെയിറ്റ് ആയി കുട്ടപ്പനെ. തള്ളിക്കോ തള്ളിക്കോ. അങ്ങനെ അങ്ങനെ നല്ല ബാലൻസ് കിട്ടി. കുഞ്ഞെ തന്നെ പിടിക്കാണ്. അയ്യോ കുട്ടപ്പന് ഇത് എത്രാമത്തെ പ്രാവശ്യം വീഴുന്നത്? വീഴ്ത്തുവാൻ 1000 പേരുണ്ടാവും. പക്ഷേ വീഴാതെ നോക്കേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. എൻ്റെ സമ്മതമില്ലാതെ ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല.
ലഹരിയുടെ ഭൂതഗണങ്ങളെ കാവൽ നിർത്തി ശിലകളിൽ രൂപങ്ങൾ ഞാൻ ആവാഹിച്ചു വരുത്തും. നിന്റെ പുത്തൻ റേവൻ ഗ്ലാസ് ഇത് ചവിട്ടിപ്പൊട്ടിച്ച നിന്റെ കാലയും വഴി. Listen, my dear boys. ഓപ്പറേഷനിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ don't let down the commandos. എന്റെ റോൾ അത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. Is it 66557? Yes. May I speak to Miss Sunita Menon? No, it's wrong number. നീയൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ മധുമതി മലർമിഴി മധുഗണമുതിരും രതിലയ സുഖമായ അമൃതിനു കുളിരായി അഴകിനും അഴകായി ചിറകിനും ചിറകായി ചിരികളിൽ ഉയിരായി വാ. ഇത്രയും സുന്ദരനായ സൽസ്വഭാവിയായ ചക്കരക്കുട്ടനായ ഒരു പെൺകുട്ടിക്ക് മനോഹരമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യാൻ കഴിവുള്ളവനായ ഈ ഉണ്ണികൃഷ്ണനെ ഗാഥയ്ക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. എങ്ങനെ 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 കവിളിണൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമീ കവിതയുമായി നിന്റെ ചൊടിയിൽ മലരിനടികൾ മറുമുളരും. ഇതെന്തൊരു ശല്യ. എനിക്ക് ഈ പറച്ചിൽ പണ്ടില്ലാത്ത സ്വഭാവമായിരുന്നു. ചെയ്താ ശീലം. ശ്രീനിവാസ സവാരി ഗിരിഗിരി കയ്യട് മോനെ. മോനെ മോനെ കയ്യട് മോനെ. Hey, it's already Saturday. Come on, let me tell you what I got to say. Move your body, come move with mine. Let's all close together and move your mind. നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറയാം. കേളപ്പെട്ട ഒരു ആട്ടിൻകുട്ടിയാണെന്ന് തോന്നുന്നു. പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ. കയ്യടുമാനെ. യവന്മാര് ചോട്ടാ മുംബൈയിലെ കൊട്ടേഷൻ ടീമാ. ചോട്ടാ മുംബൈയോ? യവന്മാർക്കൊരു നേതാവും കൂടെ ഉണ്ട്, തലേന്ന ഇരട്ടപ്പേരുള്ള ഒരു സ്ഥലം.
ചാടും കണി കാണാ കുന്നിൽ നിന്നും തിരുകോഴിപ്പാവും പടകാളി പെണ്ണെ നിന്നും മണിയിൽ ചാത്തിടാ തുളുനാടൻ ജയിലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാ ധില്ലം ധില്ലം ധാങ്കണക്ക ചണ്ടമൃതങ്ങം മേലേക്കാവിൽ പൂരക്കാവടി പീലിക്കോരടി പാണ്ടിപ്പടയൻ മേളം ഓ കാവടി മേളം ഹേ നാട്ടുകളരി കച്ചമുറുക്കണ വാൾപ്പയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വരം വിധി വെട്ടി തോതിര കടകം ഇടിയും തടയും താളം ഓ കടകൻ താളം കാവടി മേളം പടയണി മേളം പടയണി മേളം കാവടി മേളം കാവടി മേളം പടയണി മേളം പടയണി മേളം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ താൽക്കാലികമായി നമ്മൾ നിർത്തുകയാണ്. നാളെ നമ്മൾ വീണ്ടും ഒരു എപ്പിസോഡായി വരും അല്ലേ? അതെ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രേക്ഷകരെ പോലെ തന്നെ നമ്മളും ഒരുപാട് എൻജോയ് ചെയ്തു. അതെ. അപ്പോൾ അടുത്ത എപ്പിസോഡായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.